ഭക്ഷണം കഴിച്ചതിന് ശേഷം നെഞ്ചെരിച്ചിൽ അല്ലെങ്കിൽ പുളിച്ചു തികട്ടൽ നിങ്ങൾ പതിവായിട്ട് അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഹാര രീതിയിലും അതുപോലെ ജീവിതശൈലിയിലും പല മാറ്റങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട്. ക്രമരഹിതമായ ആഹാര രീതിയും അതുപോലെ തന്നെ തിരക്ക് പിടിച്ച ജീവിതശൈലിയും ഇതിന് പലപ്പോഴും ഒരു കാരണമാവുന്നുണ്ട്. ഭക്ഷണം ചവച്ചരക്കാതെ കഴിക്കുന്നത്, അതുപോലെ ഓവർ ഈറ്റ് ചെയ്യുന്നത് എല്ലാം പുളിച്ചു തികട്ടലിന് ഒരു കാരണമായി മാറും. അതുപോലെ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ദേഷ്യം ഇതെല്ലാം പുളിച്ചു തികട്ടലിന് ഒരു കാരണമാവാം. അതുപോലെ അമിതമായ അളവിൽ സ്പൈസി ഫുഡ്, ഓയിലി ഫുഡ്, അതുപോലെ ഫെർമെന്റഡ് ഫുഡ് ആയിട്ടുള്ള ദോശ, ഇഡ്ഡലി ഇതെല്ലാം കഴിക്കുന്നതും, അതുപോലെ വെറും വയറ്റിൽ ചായ, കാപ്പി ഇവെല്ലാം കഴിക്കുന്നത് പുളിച്ചു തികട്ടൽ ഉണ്ടാവാൻ ഒരു കാരണമാവും. ഡിന്നർ എപ്പോഴും നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ലൈറ്റായിട്ടും അതുപോലെ രാത്രി 8 മണിയാവുന്നതിന് മുമ്പേയും ഡിന്നർ കഴിക്കാൻ ശ്രദ്ധിക്കുക. നാച്ചുറലി കൂളിംഗ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇളനീർ വെള്ളം, അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ധാന്യക ഹിമം എപ്പോഴും പുളിച്ചു തികട്ടൽ അനുഭവിക്കുന്നവർക്ക് നല്ലതാണ്. ധാന്യക ഹിമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലി, അതായത് കൊത്തമല്ലി ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ തലേന്ന് കുതിർത്ത് വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നമുക്ക് മോർണിംഗിൽ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുന്നത് പുളിച്ചു തികട്ടൽ നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ മോര് കഴിക്കുന്നതും പുളിച്ചു തികട്ടൽ നിയന്ത്രിക്കാൻ സഹായിക്കും. വെണ്ണ ഇല്ലാണ്ട് നന്നായിട്ട് അടിച്ച് ലൂസായിട്ടുള്ള മോരാണ് എപ്പോഴും തൈരിനേക്കാളും പുളിച്ചു തികട്ടൽ ഉള്ളവർക്ക് കൂടുതൽ നല്ലത്.